അങ്ങനെ സുഹൃത്തുക്കളെ, ഞാൻ അപ്പേന്റെ കൂടെ സ്റ്റുഡിയോയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ചെല്ലും. എനിക്ക് ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ നടക്കാനുള്ള ദൂരേ ഉള്ളൂ. പിന്നെ ഞാൻ പൊതുവെ ഒരു മടിച്ചി ആയതുകൊണ്ട് വണ്ടി കയറി പോവാ. വലിയ ആളെ വെച്ച് ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പേനെ കാണിച്ചു കൊടുക്കട്ടെ? ആ അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ കടവന്ത്രയിലുള്ള സ്റ്റുഡിയോയിലായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 500 രൂപയുണ്ട്. അപ്പോൾ 500 രൂപ വെച്ചിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ സ്റ്റുഡിയോക്കകത്ത് കയറാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ പോകും. ഇപ്പോൾ പോണ്. അപ്പോഴത്തേക്കിനും 500 രൂപയുണ്ട്, ഞാനും ഉണ്ട്, പിന്നെ നിങ്ങളും ഉണ്ട്. ഇതെന്ത് സിനിമാ പേര് പോലെ ഉണ്ടല്ലേ, 500 രൂപയും ഞാനും നിങ്ങളും. അപ്പോൾ നമുക്ക് നോക്കാം, വായോ എന്താവുമോ എന്തോ. എൻ്റെ എല്ലാ പൊന്ന സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പതുക്കെ സ്റ്റുഡിയോന്റെ ഉള്ളിലേക്ക് ചെന്നു. അപ്പോഴത്തേനും അവരെനിക്ക് ക്യാരി ബാഗ് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആണെങ്കിൽ ഇന്ന് പുതിയ കളക്ഷൻസ് വരുന്ന ദിവസമാണ്. അതുകൊണ്ട് ഞാൻ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത് പുതിയ കളക്ഷൻസ് എവിടെയുള്ളതെന്ന്. അപ്പോഴത്തേനും അവരുടെ അടുത്ത് പറഞ്ഞു ആ വോളിലിരിക്കുന്ന ഇതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ അങ്ങോട്ട് വെച്ച് പിടിച്ചു കേട്ടോ. പക്ഷേ ഈ ടൈപ്സ് ടോപ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷെ നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, കാണാനൊക്കെ എനിക്കിഷ്ടമാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് ഞാനിങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നതിനെ പറ്റിയിട്ട് എനിക്ക് ചെറിയൊരു വിഷമം തോന്നുന്നത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ജിൽ ഡ്രസ്സ് കിടപ്പുണ്ടായിരുന്നു, അപ്പടി മിനുക്കവും തിളക്കവും ഒക്കെ ആയിട്ടുള്ളത്. അത് ഞാൻ എടുത്തു. പിന്നെ വന്നിട്ട് ഇതൊക്കെ ഞാൻ വെറുതെ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ, കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട സെക്ഷനാണ്. പക്ഷെ ഇന്ന് ഞാൻ വാങ്ങിച്ചില്ല. കാരണം എൻ്റെ കയ്യിൽ അധികം ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് അധികം ഒന്നും വന്നില്ല. അങ്ങനെ ഞാൻ ജിൽ ഡ്രസ്സും പിന്നെ ഒരു ജാക്കറ്റ് എന്നാണോ ഷഗ് എന്നാണോ ഓവർകോട്ട് എന്നാണോ എന്താ അതിന് പറയുന്നതെന്ന് അറിയില്ല. ഈ ജിൽ ഡ്രസ്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പഴയ ഡാൻസിനകത്തൊക്കെ ചിഞ്ചിരി 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 ആ ഒരു സംഭവമാണ് കേട്ടോ ആ ഡ്രസ്സ്. നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഇട്ടിട്ട് പോകാനായിട്ട് എനിക്ക് അടുത്തെങ്ങും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതിട്ടിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാം. പിന്നെ അവിടെ നല്ല പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല ഇംഗ്ലീഷ് സോങ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ഞാൻ കുറച്ച് ചുമ്മാ ആക്രി കൂക്രി ഡാൻസ് ഒക്കെ കളിച്ചു. പിന്നെ അത് വീഡിയോയിൽ ഇടാലോ. പിന്നെ ഞാൻ ജെൻസിന്റെ സെക്ഷനിലേക്കാണ് പോയത്. ഇവിടുന്ന് ഞാൻ ടീഷർട്ട്സും ട്രൗസറൊക്കെ എടുക്കാറുണ്ട്, വീട്ടിലിടാനും പിന്നെ അത്യാവശ്യം പുറത്തേക്ക് പോകാനും ഒക്കെ. വീട്ടിലിടുന്നതൊക്കെ ഇട്ടിട്ട് ഞാൻ പുറത്ത് പോകലുണ്ട്, അത് വേറെ കാര്യം. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഇത് ഇന്നർ സെക്ഷനാണ് ലേഡീസിന്റെ. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇതാണ് കേട്ടോ, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടുന്ന്. ടമ്മി ടക്കർ പോലത്തെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു പലാസോ ഇട്ട് നോക്കി. അപ്പോൾ ഈ പലാസോയും ജാക്കറ്റും കൂടിയാണ് ഞാൻ പെയർ ചെയ്ത് നോക്കിയത്. എനിക്കിത് രണ്ടും ഇഷ്ടമായി, പലാസോയും ഈ ജാക്കറ്റല്ല, ഈ ഷഗ് പോലത്തെ സാധനം. നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ. അങ്ങനെ ഞാൻ അത് പർച്ചേസ് ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഞാനില്ലേ, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ലപ്പോഴുമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകുന്നത്. അത് ഞാൻ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു ചായ കുടിക്കുക, അല്ലെങ്കിൽ കെയർ ബേക്കേഴ്സിൽ കയറിയിട്ട് പപ്സ് കഴിക്കുക, അതൊക്കെ എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ചായയും അതുപോലെ തന്നെ ബോണ്ടയും കിട്ടും. ബോണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടയംകാരുടെ ഭാഷയിൽ ഗോതമ്പ് പൊടി കൊണ്ട് മറ്റേ ശർക്കരയൊക്കെ ഇട്ടിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കില്ലേ, ആ സാധനമാണ് കേട്ടോ. പക്ഷെ ഇവിടെ ബോണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോ ഫില്ല് ചെയ്തിട്ടുള്ളതാണ്. നല്ല സ്ട്രോങ് ടീ വന്നിട്ടുണ്ട്. പിന്നെ നല്ല മുരുമുരാന്നിരിക്കണ ഉഴുന്നുവട. അപ്പോ വ്ലോഗ് എടുക്കുക. എനിക്ക് ബോണ്ട കിട്ടിയില്ല. ബോണ്ട മീൻസ് ഇവിടുത്തെ ഉണ്ടംപൊരി, അത് കിട്ടിയില്ല. കാരണം അവിടെ ഞാനിപ്പോൾ നേരത്തെ ചെന്നുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഓട്ടോ കയറി വീട്ടിലേക്ക് പോയി. പക്ഷെ ഉഴുന്നുവട സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ വീട്ടിലെത്തിയപ്പോൾ തന്നെ എൻ്റെ പൊന്നുമോൻ ഓടി വന്നു. അവനെ ഞാൻ അപ്പം തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ട്, പക്ഷെങ്കിൽ എൻ്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു. അവൻ അത് അപ്പം തന്നെ ഇതാക്കി കളയും. തുണിയൊക്കെ ഉണ്ടെങ്കിൽ അവന് കാണാമല്ലോ തുണിയൊക്കെ. ഇപ്പൊ തന്നെ നിങ്ങൾ കാണുന്നില്ലേ. അപ്പൊ ഇതാണ് അവൻ്റെ കയ്യിൽ തുണി കിട്ടിയാലുള്ള അവസ്ഥ. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ സ്റ്റൈൽ ചെയ്ത് നോക്കുകയാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. രജനീകാന്തിന്റെ സ്റ്റൈലൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ മുക്കാല ചാരാ 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 ഓക്കെ, അങ്ങനെ കുറെ ഷോ ഒക്കെ കാണിച്ച് പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഇത്. പലാസോയും ഇതും. പക്ഷേങ്കിൽ ഇതിന് രണ്ടിനും കൂടി ഞാൻ 500 റുപ്പീസിന് പർച്ചേസ് ചെയ്യാനാണ് പോയത്. പക്ഷേങ്കിൽ രണ്ടിനും കൂടെ 1300 റേറ്റ് ആയി. 1200 സംതിങ് ആയിരുന്നു, ബാഗും കൂടെ കൂട്ടിയിട്ട്, ക്യാരി ബാഗും കൂടെ കൂട്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇത് വന്നിട്ട് ഫ്ലോപ്പായി. 500 രൂപയ്ക്ക് എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും അഫോർഡബിൾ പ്രൈസിന് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഈശോ
അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീരുകയാണ്. അപ്പോൾ നാളെ കാണാം. അതുവരേക്കും ബൈ.